അനുറാണി കുളി കഴിഞ്ഞ് വന്ന ഹോംവർക്കുകൾ ചെയ്തു തീർത്ത ശേഷം പഠിക്കാനുള്ള 1-2 ബുക്കുകളും എടുത്തുകൊണ്ട് നവമിയുടെ റൂമിലേക്ക് പോന്നു. ഇനി പഠിത്തം കഴിഞ്ഞാൽ അവൾ അവിടെയാണ് കിടന്നുറങ്ങുക. നവമി വന്നതോടെ അവൾക്ക് വളരെ സന്തോഷമായി കഴിഞ്ഞിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിൽ ഉറക്കം വരുന്നതുവരെ ആരെങ്കിലുമായി സംസാരിച്ച് കിടക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. തനിച്ച് ഒരു റൂമിൽ കിടക്കുന്നതിനേക്കാൾ അവൾക്കിഷ്ടം അമ്മയുടെയോ പ്രവീണ ചേച്ചിയുടെ റൂമിൽ കിടക്കുന്നതായിരുന്നു. ഒരു തവണ അനു പുതപ്പും തലയിണമൊക്കെ എടുത്ത് അമ്മയുടെ റൂമിലേക്ക് ചെല്ലവേ അമ്മ അവളെ തിരികെ അവളുടെ റൂമിൽ എത്തിച്ച് വാതിലടയ്ക്കുകയാണ് ചെയ്തത്. നോക്ക്, ആരും ഈ വീട്ടിൽ മറ്റുള്ളവർക്ക് റൂം ഷെയർ ചെയ്യുന്നില്ല. പിന്നെ നിനക്ക് മാത്രം എന്താ അനു അത് പറ്റാത്തത്? മറ്റുള്ളവർക്ക് അവരുടേതായ പ്രൈവസി വേണം. അതിനാ ഓരോരുത്തർക്കും ഓരോ റൂം വീതം വെച്ച് തന്നിട്ടുള്ളത്. സുമംഗല അവളെ ഉപദേശിച്ചിട്ട് തിരികെ പോന്നു. പ്രവീണയുടെ റൂമിൽ അവൾ ചെന്നാൽ കുറച്ചു സമയം അവിടെ ഇരിക്കുമ്പോഴേക്കും പ്രവീണ ചോദ്യം തുടങ്ങും. നീ ഇന്ന് ഇവിടെ കിടക്കാനാണോ അനു പ്ലാൻ? അത് പറ്റില്ലെന്ന് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടേ. ഉറക്കം വരുന്നെങ്കിൽ പോയി നിന്റെ റൂമിൽ കിടന്നുറങ്ങ്. ഇവിടെ എൻ്റെ കൂടെ ആരെങ്കിലും കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ ചേച്ചിയുടെ ബെഡിന് താഴെ ബെഡ്ഷീറ്റ് വിരിച്ച് നിലത്ത് കിടന്നോളാം എന്നൊക്കെ അവൾ പറഞ്ഞു നോക്കുമെങ്കിലും പ്രവീണ വഴങ്ങില്ല. പറ്റില്ല. നിന്റെ കൂർക്കം വലി കേട്ടാൽ 1.5 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന മനുഷ്യൻ പോലും ചാടി എണീക്കും. എനിക്കിവിടെ കിടന്ന് സ്വസ്ഥമായി ഉറങ്ങണം. അനുവിനെ അവൾ റൂമിൽ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യും. എന്നാൽ ഇപ്പോൾ അച്ഛൻ നീയും പോയി നവമിയുടെ റൂമിൽ കിടന്നോണം എന്ന് പറഞ്ഞതോടെ അവൾക്കത് ഒത്തിരി സന്തോഷം നൽകി. മാത്രമല്ല, രാത്രിയിൽ എത്ര നേരം വേണമെങ്കിലും അവളുടെ കൂടെ സംസാരിച്ചിരിക്കുന്നത് നവമിക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നവമി താൻ ജീവിച്ച കൊല്ലത്തെ വീട്ടിലെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ വരെ ഓരോ ദിവസമായി അവൾക്ക് പറഞ്ഞു കൊടുക്കും. അനുറാണി നവമിയുടെ റൂമിലേക്ക് വരുമ്പോൾ അവൾ കട്ടിലിൽ എന്തോ ചിന്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ചേച്ചിയോട് രാവിലെ പറഞ്ഞിട്ടല്ലേ പോയത് ഫോണിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കണേന്ന്. ഫേസ്ബുക്കോ വാട്സാപ്പോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ ഇരുന്ന് ബോറടിക്കേണ്ടി വരുമായിരുന്നോ? ഓ, അതൊന്നും വേണ്ട. എൻ്റെ പഴയ ഫോണിൽ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ തുറന്നു നോക്കുക പോലും ചെയ്യില്ലായിരുന്നു. ചേച്ചി അക്കൗണ്ട് എടുത്ത് മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ന്യൂസ് കാണാം, പാട്ടുകൾ കാണാം, റീൽസുകൾ കാണാം, പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട എന്തെന്ത് വീഡിയോകൾ കാണാം. ആ ഫോണിങ്ങിതാ, ഞാൻ അക്കൗണ്ട് തുറന്നു തരാം. അനുറാണി നവമിയുടെ ഫോൺ എവിടെയെന്ന് നോക്കി. സാധാരണ നവമി കിടക്കുന്ന ബെഡിൻ്റെ ഒരു സൈഡിലാണ് അവൾ ഫോൺ വച്ചേക്കുക. അവിടെ ഫോൺ കാണാതായപ്പോൾ അനു മേശപ്പുറത്ത് നോക്കി. ചേച്ചിയുടെ ഫോൺ എവിടെ? അനു തിരക്കി. അതിവിടെ എവിടെയെങ്കിലും കാണും. എനിക്കിപ്പോൾ ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നും വേണ്ട അനുമോളെ. നീ സമയം കളയാതെ ഇരുന്ന് പഠിക്കാൻ നോക്ക്. അച്ഛൻ വരാൻ സമയമായി. അച്ഛൻ വരട്ടെ, ഞാൻ ഹോംവർക്കൊക്കെ തീർത്തിട്ടാണ് വന്നത്. എവിടെ ചേച്ചി ഫോൺ? അതിവിടെ ഉണ്ടാവും അനുമോളെ. ഞാൻ അപ്പുറത്തോ ഇപ്പുറത്തോ മാറ്റി വെച്ചിട്ടുണ്ടാവും. നിനക്ക് എന്തിനാ പഠിക്കുന്ന നേരത്ത് ഫോൺ? നവമി തന്ത്രപൂർവ്വം അവളുടെ ശ്രദ്ധ മാറ്റാൻ നോക്കിയെങ്കിലും അനു പിടികൊടുത്തില്ല. ചേച്ചി മറന്നതാണെങ്കിൽ ഞാൻ ഇപ്പോൾ തപ്പിയെടുത്തു തരാം. അനുറാണി തൻ്റെ കയ്യിലിരുന്ന മൊബൈലിൽ നിന്ന് നവമിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. മേശപ്പുറത്തെ ടേബിൾ ലാമ്പിന് പിന്നിൽ അടുക്കി വച്ചിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾക്കിടയിൽ നിന്നാണ് ബെൽ ശബ്ദം കേട്ടത്. ചേച്ചി ഇതിൻ്റെ റിംഗ് ടോൺ മാറ്റിയോ? ഇതല്ലായിരുന്നല്ലോ ഇന്നലെ ഞാൻ ഇട്ടുവച്ചിരുന്നത്. അനു ഫോൺ കൈനീട്ടിയെടുത്തു. അവൾ ആ ചെറിയ ഫോൺ കണ്ട് അമ്പരന്ന് പോയി. എന്താ ഇത്? അവൾ തലതിരിച്ച് നവമിയെ നോക്കി. നവമി നിലത്തേക്ക് മുഖം കുനിച്ചെന്ന മട്ടിൽ ഇരിക്കുകയായിരുന്നു. അനുറാണി സംശയം തോന്നിയിട്ട് ഒരു തവണ കൂടി ആ നമ്പറിലേക്ക് വിളിച്ചു. വീണ്ടും തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ബെല്ലടിച്ചു തുടങ്ങിയതോടെ അനു കോൾ കട്ട് ചെയ്ത ശേഷം ആ മൊബൈൽ നവമിയുടെ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചു. ഇത് ചേച്ചി ആര് വാങ്ങിച്ചു തന്നതാ? ചേച്ചിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്ന ഫോൺ എവിടെ? ഇതെങ്ങനെ ചേച്ചിയുടെ കയ്യിൽ വന്നു? നവമി മുഖമുയർത്താതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അനു അടുത്തേക്ക് ചെന്ന് അവളുടെ താടിക്ക് പിടിച്ച് മുഖമുയർത്തി. ചേച്ചിയോട് ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അച്ഛൻ ചേച്ചിക്ക് വാങ്ങി തന്ന ഫോൺ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. അവൾ ചോദ്യം ആവർത്തിച്ചു. എനിക്കെന്തിനാ മോളെ അത്രയും വലിയ ഫോണ്? അതാവശ്യമുള്ളവർ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. നവമി അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. ചേച്ചി ആ ഫോൺ അച്ഛനെ തിരികെ ഏൽപ്പിച്ചോ? അനു തിരക്കി. ഇല്ല. അച്ഛൻ വാങ്ങിച്ചു തന്ന ഫോൺ ചേച്ചിക്ക് ആവശ്യമില്ലായിരുന്നെങ്കിൽ ചേച്ചി അത് തിരികെ അച്ഛനെ ഏൽപ്പിക്കുകയല്ലായിരുന്നോ വേണ്ടത്? അതല്ലേ മര്യാദ. പിന്നെ ഈ ഫോൺ എങ്ങനെ ചേച്ചിയുടെ കയ്യിൽ വന്നു? ആരാ ചേച്ചിക്ക് ഉപയോഗിക്കാൻ ഈ ഫോൺ തന്നത്? അമ്മ തന്നതാ. നവമി പേടിച്ച് പറഞ്ഞു. അമ്മയോ? ഓ, സന്ദീപ് ഏട്ടൻ ചേച്ചിയുടെ ഫോൺ നശിപ്പിച്ച് കളഞ്ഞതിന് പകരമായി വില കൂടിയ ഒരു ഐഫോൺ വാങ്ങിച്ചു തന്നതായിരിക്കും അമ്മ, അല്ലേ? അമ്മ ഈ ഫോൺ ചേച്ചിക്ക് തന്നപ്പോൾ ചേച്ചിക്ക് പറയാൻ വയ്യായിരുന്നോ അച്ഛൻ ചേച്ചിക്ക് ഫോൺ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ഇത് വേണ്ടാന്ന്? ഞാൻ എങ്ങനെയാ മോളെ അമ്മയോട്? നവമി ദയനീയമായി അവളെ നോക്കി. എങ്ങനെയാണെന്നോ? മുഖത്ത് നോക്കി പറയണമായിരുന്നു. അമ്മ വന്നു നിന്ന് ഓരോ കാര്യങ്ങളും അച്ഛൻ്റെയും എൻ്റെയും ഒക്കെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് ചേച്ചി കണ്ടിട്ടില്ലേ? അതേപോലെ പറയണം. സന്ദീപ് ഏട്ടൻ നശിപ്പിച്ച് കളഞ്ഞ ഫോണിൻ്റെ പകുതിയെങ്കിലും മൂല്യമുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. ഈ കാലത്ത് പിച്ചക്കാർ പോലും ഉപയോഗിക്കില്ല ഇമ്മാതിരി ഫോൺ.
അമ്മയ്ക്ക് ഇതെവിടെ നിന്ന് കിട്ടിയോ എന്തോ. 100-400 രൂപ കൊടുത്താൽ ഇതേപോലുള്ള ഡസൻ കണക്കിന് ഫോണുകൾ കിട്ടും. സാരമില്ല ചേച്ചി. ചേച്ചി അച്ഛൻ വാങ്ങി തന്ന ഫോണിങ്ങിതാ. അത് വെറുതെ വെച്ചേക്കണ്ട. എൻ്റെ ഈ ഫോണിൽ ഉപയോഗിക്കാത്ത ഒരു സിം കിടപ്പുണ്ട്. അതെടുത്ത് ആ ഫോണിൽ ഇട്ട് തരാം. ചേച്ചിക്ക് അതിൽ നിന്നും ആരെങ്കിലും വിളിക്കാമല്ലോ. വേണ്ട മോളെ, അതവിടെ ഇരുന്നോട്ടെ. എനിക്കിതിൻ്റെ ആവശ്യം തന്നെ ധാരാളം. എങ്കിലാ ഫോൺ തിരികെ അച്ഛനെ ഏൽപ്പിക്ക്. അച്ഛൻ അത് വാങ്ങിച്ചെടുത്ത് കൊടുത്ത് കാശ് മേടിച്ചോളും. എവിടെയത്? അനു അവിടെയൊക്കെ തിരിഞ്ഞ ശേഷം വീണ്ടും നവമിയുടെ മുമ്പിൽ വന്നു. അച്ഛൻ ചേച്ചിക്ക് വാങ്ങിച്ചു തന്ന ഫോൺ തിരികെ വാങ്ങിച്ചിട്ടാണോ അമ്മ ഈ തുരുമ്പ് കഷണം ചേച്ചിയുടെ കയ്യിൽ തന്നത്? മോളെ, അത് നവമി മറ്റെന്തോ പറയാൻ തുടങ്ങുമ്പോൾ അനുറാണി അവളെ തടഞ്ഞു. എനിക്കൊന്നും കേൾക്കട്ടെ ചേച്ചി. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി മാത്രം തന്നാൽ മതി. ആണോ അല്ലയോ? അനുമോളെ, അത് അനുമോളുടെ പ്രവീണ ചേച്ചിക്ക്. നിർത്തി ചേച്ചി, അനു ദേഷ്യത്തോടെ പറഞ്ഞു. അനുമോളുടെ പ്രവീണ ചേച്ചിയോ? ഇന്നലെയും ചേച്ചി പറയുന്നത് ഞാൻ കേട്ടു, അനുമോളുടെ സന്ദീപേട്ടനെന്ന്. ചേച്ചിക്ക് നാണമില്ലേ അവരെ അങ്ങനെ വിളിക്കാൻ? സന്ദീപേട്ടനേക്കാൾ 1-2 വയസ്സിന് മൂത്തതല്ലേ ചേച്ചി? ചേച്ചിക്ക് എന്താ അവരെ പേര് വിളിച്ചാൽ? അവർ പറഞ്ഞിട്ടുണ്ടോ ചേച്ചിയോട് അവരെ പേര് വിളിച്ചേക്കരുതെന്ന്? ഉണ്ടോ? ഇല്ല. എങ്കിലും അവരെ പേര് വിളിച്ചാൽ മതി. എൻ്റെ മാത്രമല്ല, അവരുടെ കൂടി സഹോദരിയാ ചേച്ചി, മൂത്ത സഹോദരി. അവർക്ക് ആ ബോധമില്ലെങ്കിൽ ചേച്ചിക്കെങ്കിലും കാണണ്ടേ? ഇനി പറഞ്ഞോ, അമ്മ ആ ഫോൺ വാങ്ങിച്ച് പ്രവീണ ചേച്ചിക്ക് കൊടുത്തോ? പ്രവീണയ്ക്ക് ഒരുപാട് പഠിക്കാനുള്ളതൊക്കെ അല്ലേ മോളെ. അപ്പോൾ അതുപോലൊരു ഫോൺ പ്രവീണ ചേച്ചിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അമ്മ വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു. അതല്ലേ മര്യാദ? പ്രവീണ ചേച്ചിയുടെ ഏതാവശ്യവും സാധിച്ചു കൊടുക്കുന്നത് അമ്മയായിരുന്നല്ലോ. അച്ഛനോട് പറയല്ലേ മോളെ. അച്ഛനറിഞ്ഞാൽ ചിലപ്പോൾ സംസാരമാവും. അതറിയാം ചേച്ചിക്കല്ലേ അച്ഛനറിഞ്ഞാൽ സംസാരമാവുമെന്ന്. അതറിഞ്ഞിരുന്നു കൊണ്ടല്ലേ ചേച്ചി ആ ഫോൺ അമ്മയ്ക്ക് കൈമാറിയത്. നവമി കുറച്ചു മുൻപ് നടന്ന സംഭവം അതേപോലെ അനുറാണിയെ അറിയിച്ചു. അമ്മയ്ക്ക് എങ്ങനെ ഇത്ര തരം താഴാൻ തോന്നുന്നു? കഷ്ടം. അനുറാണി തന്നെ താൻ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നവമി അവളെ തടഞ്ഞു നിർത്തി. മോളെ, നീ പോയി അമ്മയോട് ചോദിക്കാൻ നിൽക്കരുത്. അമ്മ ആ ദേഷ്യമെല്ലാം തീർക്കുന്നത് ചിലപ്പോൾ എന്നോടായിരിക്കും. പ്ലീസ് ഒന്ന് ചുമ്മാതിരി ചേച്ചി. അമ്മ ചേച്ചിയോട് ദേഷ്യം തീർക്കുമോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. അച്ഛൻ ഈ വീട്ടിലെ വേലക്കാരിക്കല്ല ഇത്ര മുന്തിയ വിലയുള്ള ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അമ്മയ്ക്ക് അത് തട്ടിപ്പറിച്ചെടുക്കാമായിരുന്നു. ചേച്ചി അച്ഛൻ്റെ മകളല്ലേ. ആ മകൾക്കല്ലേ അച്ഛൻ ഫോൺ വാങ്ങിച്ചു തന്നത്. അത് കൈക്കലാക്കാൻ മറ്റുള്ളവർക്ക് എന്തധികാരം? ചേച്ചിക്ക് സ്വന്തം അച്ഛൻ വാങ്ങിച്ചു തന്നൊരു സാധനം ചേച്ചിയുടെ അനുവാദമില്ലാതെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു പറിച്ചെടുക്കാൻ എൻ്റെ അമ്മയ്ക്ക് യാതൊരു അവകാശവുമില്ല. അമ്മ മറന്നുപോയെങ്കിൽ അത് ഞാൻ അമ്മയെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് വരാം. അനുറാണി തൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചിരുന്ന നവമിയുടെ കൈ പിടിച്ച് മാറ്റിയ ശേഷം പുറത്തേക്കിറങ്ങി. താഴേക്ക് പോകണോ അതോ പ്രവീണ ചേച്ചിയുടെ റൂമിലേക്ക് കയറണോ എന്ന് അനുറാണി ഒരു നിമിഷം അവിടെ ചിന്തിച്ചു നിന്നു. അവസാനം അവൾ പ്രവീണയുടെ റൂമിലേക്ക് ചെന്ന് ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പ്രവീണ സിമ്മും മെമ്മറി കാർഡുമൊക്കെ പുതിയ ഫോണിലേക്ക് മാറ്റിയ ശേഷം ജിഷിനുമായി ചാറ്റിങ്ങിലായിരുന്നു. വാതിൽ അനങ്ങുന്നത് കണ്ടപ്പോഴേ പ്രവീണ മോഡ് മാറ്റി കഴിഞ്ഞിരുന്നു. ആഹാ, കൊള്ളാലോ. ചേച്ചിക്ക് അമ്മ പുതിയ ഫോൺ വാങ്ങിച്ചു തന്നോ? നമ്മളെങ്ങാനും അമ്മയോട് ഒരു മുട്ടുസൂചി വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ പോലും അമ്മ ഒന്നുമില്ലെന്ന് കൈമലർത്തി കാണിക്കും. ചേച്ചി അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട താമസമേ ഉള്ളൂ. ആഴ്ചയ്ക്ക് വേണേലും അമ്മ ചേച്ചിക്ക് ഫോൺ വാങ്ങിച്ചു തന്നോളും. നോക്കട്ടെ, ഏത് ബ്രാൻഡാ ചേച്ചി? അനു ഫോണിന് നേർക്ക് കൈനീട്ടിയെങ്കിലും അതിനു മുമ്പേ പ്രവീണ ഫോൺ മാറത്തേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? എനിക്ക് പഠിക്കാനുണ്ട്. നീ നിന്റെ റൂമിലേക്ക് പോവാനു. ഇതുപോലൊരു ഫോണല്ലേ ചേച്ചി അച്ഛൻ നവമി ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്? ഇത് ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് തന്നേ. നീ അങ്ങനെ ഇപ്പോൾ നോക്കണ്ട. അവൾക്ക് മാത്രമല്ല, ഈ ലോകത്ത് ഒരുപാട് പേരുടെ കയ്യിൽ കാണും ഇതുപോലുള്ള ഫോൺ. എന്താടി, അവൾക്ക് മാത്രമേ ഇതുപോലുള്ള ഫോൺ ഉപയോഗിക്കാൻ പറ്റൂന്ന് ആരുടെയെങ്കിലും ഉത്തരവുണ്ടോ? പ്രവീണ ബെഡിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. ഒരു ഉത്തരവുമില്ല. പക്ഷേ ഇത് ഇത്തിരി തരം താണ പരിപാടിയായി പോയി ചേച്ചി. ഏതായാലും അമ്മയും ചേച്ചിയും കൂടി കളിച്ച നാടകം കൊള്ളാം. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളിപ്പോൾ കാണിച്ചു തന്നു. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാത്തതാ കഷ്ടം. ഇല്ലടി, ഒരു ഉളുപ്പുമില്ല. എന്തിനാ ഉളുപ്പ് വന്നണ്ടേ? എൻ്റെ അച്ഛൻ്റെ പൈസ കൊണ്ട് വാങ്ങിയ ഒരു സാധനവും ഇരിക്കേണ്ടത് മറ്റുള്ളവരുടെ കയ്യിലല്ല, എൻ്റെ കയ്യിലാണ്. അവൾക്ക് ആവശ്യമുള്ളത് അമ്മ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കാമുകന്മാരെ വിളിച്ചാൽ മതി അവള്. നല്ല സംസ്കാരം. ഇതും ചേച്ചിക്ക് അമ്മ പറഞ്ഞു തന്നാവും അല്ലേ? ചേച്ചിയുടെ ചിന്ത കൊള്ളാം. ഞാനൊഴിച്ച് ഈ ലോകത്ത് ബാക്കിയുള്ളവരെല്ലാം ഫോൺ ഉപയോഗിക്കുന്നത് കാമുകന്മാരെ വിളിക്കാൻ അല്ലേ? നമ്മുടെ അമ്മയും ഞാനുമൊക്കെ ആ കൂട്ടത്തിലാണോ ചേച്ചി പെടുത്തിയിരിക്കുന്നത്? അനുറാണി പരിഹാസത്തോടെ ചുണ്ടുകൾ കോട്ടി. നിർത്തടി. പ്രവീണ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. എൻ്റെ റൂമിൽ കയറി വന്ന് എനിക്കെതിരെ കുരയ്ക്കുന്നോ? കുറേ ദിവസമായി നീ അവളുമായി ചേർന്ന് എനിക്കെതിരെ പോരാടാൻ തുടങ്ങിയിട്ട്.
വേണ്ട വേണ്ടാന്ന് വെച്ചപ്പോൾ തലേ കയറി നിരങ്ങുന്നു. ഒറ്റ അക്ഷരം മിണ്ടിപ്പോകരുത് ഇനി ഇവിടെ നിന്ന്, പൊയ്ക്കോണം. പ്രവീണ വാതിലിന് നേർക്ക് വിരൽ ചൂണ്ടി. പുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കിയ ശേഷം അനു ഡോറിൻ്റെ ഹാൻഡിലിൽ കൈവച്ചു. ആ നിമിഷം ഗേറ്റിന് പുറത്ത് വിജയകൃഷ്ണന്റെ വാഹനം വന്നു നിൽക്കുന്ന ഒച്ച അവൾ കേട്ടു.